ഗൈസ്, ഇന്നാണ് ഞങ്ങൾ കാത്തിരുന്ന മൂന്നാർ ട്രിപ്പ്. വണ്ടിക്ക് വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ വണ്ടിയൊക്കെ എത്തി. പിന്നെ വ്യൂ കണ്ടിരിക്കണമെന്നുണ്ടായിരുന്നു, ബട്ട് നടന്നില്ല. ഞാൻ ഉറങ്ങിപ്പോയി. ബിക്കോസ് രാവിലെ 4 മണിക്കായിരുന്നു എണീറ്റ് പോയിണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഉറക്കമൊക്കെ അടക്കിയിട്ട് വ്യൂ കണ്ടിരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചോറ്റാനിക്കര അമ്പലത്തിൽ പോയി തൊഴുത് പിന്നെ അവിടെ നിന്ന് ഡയറക്റ്റ് മൂന്നാറിലോട്ട് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ മൂന്നാറത്തെ ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. ബട്ട് മൂന്നാർ എത്തിയിട്ടൊന്നുമില്ല. ഇത് എത്തുന്നതിന് മുന്നുള്ളൊരു ചെറിയൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. അങ്ങനെ അതൊക്കെ കണ്ടിരുന്നു. പിന്നെ കുറേ പാലത്തിൻ്റെ മുകളിൽ കൂടെ പോയി. പിന്നെ അതേപോലെ തന്നെ വ്യൂ ഒക്കെ കണ്ടിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. ബട്ട് ഞങ്ങൾ 3 നേരം നല്ല വിശപ്പിലായിരുന്നു. ഇന്നേ വരെ ഞങ്ങൾ ഇത്രയും വിശം തീർന്നിട്ടില്ല. കാരണം ഞങ്ങൾ ബ്ലോക്കിൽ പെട്ടു ഗൈസ്. ചില്ലറ ബ്ലോക്കൊന്നും ആയിരുന്നില്ല. 2-3 മണിക്കൂർ ഞങ്ങൾ ബ്ലോക്കിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു, അച്ഛനമ്മയും ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. ആൻഡ് ഇത് പുറത്തുള്ള റെസ്റ്റോറൻ്റ് അല്ല, റിസോർട്ടിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. ആൻഡ് ഇതായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ റൂം. ഒരു ചെറിയ ഹോളുണ്ട്. ഹോൾ എന്ന് പറയുമ്പോൾ ഇരിക്കാനായിട്ടൊരു സോഫ അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ റൂം കേട്ടോ. ഒരു ചെറിയ ബീറോ വരുന്നുണ്ട്. ചെറുതൊന്നല്ല, അത്യാവശ്യം വലുത് തന്നെയാണ്. നല്ല ഹൈറ്റൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഇതായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ ഒരു ബീറോ. ആൻഡ് ഒരു ഡ്രസ്സിങ് ടേബിളുണ്ട്. എന്നുവെച്ചാൽ മിററൊക്കെ വെച്ചിട്ട് വരുന്നുണ്ട്. ആൻഡ് അതിൻ്റെ അടുത്തായിട്ടൊരു ബാത്റൂം വരുന്നുണ്ട് കേട്ടോ. ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല ക്ലീൻ തന്നെയായിരുന്നു. ഒരുപാട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു TV, ബെഡ് അതൊക്കെ വരുന്നുണ്ട്. ആൻഡ് പിന്നെ ബാൽക്കണി പോയി കഴിഞ്ഞാൽ ഒരു ഗെയിമിംഗ് സെക്ഷൻ വരുന്നുണ്ട് കേട്ടോ. ഒരു ക്യാരം ബോർഡ്, പിന്നെ ഇങ്ങനെ തട്ടി കളിക്കുന്ന ഫുട്ബോളൊക്കെ ഇല്ലേ, അതുണ്ട്. പിന്നെ ക്യാരം ബോർഡ്, ലൂഡോ, അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു. ചെസ്സൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഇതായിരുന്നു ബാൽക്കണിയിൽ നോക്കിയൊരു വ്യൂ. അടിപൊളി റിസോർട്ടാണ് കേട്ടോ. ബിക്കോസ് എന്താ പറയുക, കുറേ മരങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്നറിയില്ല, അടിപൊളിയാണ്. പിന്നെ ഈ ഒരു വർക്കൗട്ടിങ് മെഷീനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അടിപൊളിയാണ് കണ്ടോ. അതിൻ്റെ ചെറിയൊരു പാർക്ക് വരുന്നുണ്ട്. ഒരുപാട് ഇതൊന്നുമില്ല, ജസ്റ്റ് സ്വിങ്, പിന്നെ ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറേ മരങ്ങളും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ രാത്രി ആകുമ്പോഴത്തേക്ക് അവിടെ ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.